ഭാരതത്തിന്റെ വീരപുത്രന്മാരുടെ ഐതിഹാസിക വിജയസ്മരണയിൽ രാജ്യം. ഭാരതത്തിന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി മാറിയ കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷികം. മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരയോദ്ധാക്കളുടെ സ്മരണയ്ക്ക് മുന്നിൽ കൈകൂപ്പി രാജ്യം. 1999 പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റത്തെ ചെറുത്തുതോൽപ്പിച്ച് ഇന്ത്യ ഐതിഹാസിക വിജയം നേടിയ കാർഗിൽ വിജയത്തിന്റെ 26ാം വാർഷിക സ്മരണയിൽ രാജ്യം. ഓപ്പറേഷൻ ബദർ എന്ന രഹസ്യപേരിൽ പാക് സൈന്യത്തിലെ നോർത്തേൺ ലൈറ്റ് ഇൻഫൻട്രി റെജിമെന്റിലെ സൈനികർ മുജാഹിദീൻ തീവ്രവാദികളുടെ വേഷത്തിൽ ഇന്ത്യൻ അതിർത്തി കടന്നു. ദ്രാസ്, കാർഗിൽ, ബഡാലിക് സെക്ടറുകളിലെ തന്ത്രപ്രധാനമായ കൊടുമുടികളിലും പോസ്റ്റുകളിലും അവർ താവളമുറപ്പിച്ചു. പരിശോധനകളിൽ പാക് സൈനികരുടെ നേരിട്ടുള്ള പങ്കാളിത്തം വ്യക്തമായി. ഇതോടെ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ സൈനിക നീക്കം ആരംഭിച്ചു. 18,000 അടി ഉയരമുള്ള കൊടുമുടികളിലേക്ക് കയറിച്ചെന്ന് പോരാടേണ്ടി വന്നു ഇന്ത്യൻ സൈനികർക്ക്. ഓക്സിജന്റെ കുറവ്, അതിശൈത്യം, കുത്തനെയുള്ള കയറ്റങ്ങൾ, ശത്രുവിന്റെ വെടിയുണ്ടകൾ എല്ലാം അതിജീവിച്ച് തിരിച്ചടി ശക്തമാക്കി. മെയ് 26-ന് ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിൽ വ്യോമസേനയും രംഗത്തിറങ്ങി. മിഗ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ശത്രുതാവളങ്ങൾ തരിപ്പണമാക്കി. ടൈഗർ ഹിൽ, തോലോലിംഗ്, .4875, .5140 തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളെല്ലാം തിരിച്ചുപിടിച്ചു. 500-ലധികം സൈനികർ വീരമൃത്യു വരിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്ര, ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ, റൈഫിൾമാൻ സഞ്ജയ് കുമാർ, ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ് എന്നിവരെ പരംവീര ചക്ര നൽകി രാജ്യം ആദരിച്ചു. ശക്തമായ നയതന്ത്ര സമ്മർദ്ദങ്ങളും അന്താരാഷ്ട്ര പിന്തുണയും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. ദീർഘനാളത്തെ കഠിനമായ പോരാട്ടത്തിനൊടുവിൽ 1999 ജൂലൈ 26-ന് കാർഗിലിൽ സൈന്യം ഇന്ത്യൻ പതാക നാട്ടി. കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരർക്ക് ഷെക്കേന ന്യൂസിന്റെ പ്രണാമം. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.